ഇതെൻ്റെ ചാനലിലെ രണ്ടാമത്തെ പൊതിച്ചോറാട്ടോ. ഞാൻ ഓൾറെഡി ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പൊതിച്ചോറിൻ്റെ. അതും എൻ്റെ അമ്മ എനിക്ക് തന്നു വിട്ടതാണ്. ഇതും എനിക്ക് എൻ്റെ അമ്മ തന്നു വിട്ടതാണ് കേട്ടോ. 2 പൊതി എടുക്കുന്നുണ്ട്. ഒന്ന് എനിക്കും ചേട്ടയ്ക്കുമാണ്. ഞാൻ എടുക്കുന്നുണ്ടെങ്കിൽ ചേട്ടയ്ക്കും കൂടി കൊണ്ടുവരണമെന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് നേരെ ജോലിക്കാണ് കയറണമെന്നുണ്ടെങ്കിൽ അമ്മ എനിക്ക് പൊതിച്ചോറ് കെട്ടി തന്ന് വിടും കേട്ടോ. രാവിലെ 7 മണിയൊക്കെ ആകുമ്പോൾ കെട്ടിയിട്ട് ഉച്ചയ്ക്ക് 1 മണി 1:30 ആകുമ്പോഴേക്കും എടുക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. ഒരു സുഖമാണ്. അത് തുറക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സുഖം കിട്ടും. വൈന്നും വെള്ളം വരും. എനിക്കിത് എഡിറ്റ് ചെയ്യുമ്പോഴും നല്ല രീതിക്ക് വൈന്ന് വെള്ളം വരുന്നുണ്ട്. എനിക്കാണെങ്കിൽ പൊതുവെ ആഹാരത്തിനോട് അല്ലെങ്കിൽ തന്നെ ഭയങ്കര കൊതിയാണ്. ഇതും കൂടി ആകുമ്പോൾ എനിക്ക് കൊതി കുറച്ച് കൂടും. ഇതിനകത്താണെങ്കിൽ മീൻ വറുത്തതുണ്ടായിരുന്നു, മീൻ മുളകിട്ട് വെച്ചതുണ്ടായിരുന്നു, അതേപോലെ മാങ്ങാ ചമ്മന്തി ഉണ്ടായിരുന്നു, മുട്ട പൊരിച്ചതുണ്ടായിരുന്നു. പിന്നെ ഇപ്പം അമ്മ ഇടുന്നത് ബീഫ് അച്ചാറാ. അത് കടയിൽ നിന്ന് വാങ്ങിയത്. പക്ഷെ അതും അടിപൊളി സാധനമായിരുന്നു. എല്ലാം കൂടി കൊണ്ടും അടിപൊളിയായിരുന്നു. ഞാൻ കടയിൽ ചെയ്തിട്ട് ഞാനും രേഷ്മ ചേച്ചിയും കൂടിയിട്ടാണ് കഴിച്ചത്. ഞാൻ വരുന്നതിന് മുന്നേട്ട് രേഷ്മ ചേച്ചി കഴിച്ചായിരുന്നു. കാരണം ഞാൻ ലേറ്റായിട്ടാണ് വീട്ടിൽ നിന്ന് ചെന്നത്. അപ്പം ചേച്ചി ഓൾറെഡി തനിച്ച് കഴിച്ചായിരുന്നു. ഞാൻ വന്നതിന് ശേഷം ചേച്ചി എൻ്റെ പൊതിച്ചോറും കൂടി കഴിച്ചു. ചേച്ചിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് ചേച്ചി പറഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്കും ഇഷ്ടപ്പെട്ടു. ചേട്ടയാണെങ്കിൽ ഇത് കഴിച്ചില്ല. കാരണം ഞാൻ വന്നപ്പോഴേക്ക് ലേറ്റായി പോയതുകൊണ്ട് ചേട്ടൻ ചോറ് കഴിച്ചു ഓൾറെഡി. പിന്നെ ഞങ്ങളുടെ കൂടെയുള്ള ഹരി അത് കഴിച്ചത് അവനും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.